എക്സ്ട്രീം ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 16 വ്യൂസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നെന്താ ഇതിൻ്റെ ഒന്നും കൂടി ഇട്ടേന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓപ്പൺ വേൾഡ് രീതി നോക്കാൻ പോകും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്പൺ വേൾഡിൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓരോ സൈഡ് മിഷൻസൊക്കെ ഉണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ലൊക്കേഷനിൽ മാർക്ക് ചെയ്ത് വെച്ചത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകും. ആദ്യത്തെ സൈഡ് മിഷൻ ഏതാണെന്ന് നോക്കാം. ആദ്യത്തെ സൈഡ് മിഷൻ ഇതാണ് തോന്നുന്നു, സ്റ്റീൽ ഫാക്ടറി. ലോഡി ഇങ്ങനെയാണല്ലേ ലോഡി, നാസിലോട്ട് ചവിട്ടിയാലും ലോഡ് ചെയ്യൂലേ. ഓക്കെ നമുക്ക് പോവാം. അടിച്ചു അയ്യോ അതിപ്പോൾ എന്നെ വലിച്ചോണ്ട് പോയാലും ഞാൻ പ്രോ ഓഫ് റോഡാറ് തന്നെ. ഇപ്പോഴും വണ്ടി റോഡൊന്നും കടക്കുന്നില്ല. ഏതോ കാട്ടിലേക്കൂടെയൊക്കെയാണ് നമ്മൾ അതെല്ലാം അവിടെ അതൊക്കെ എനിക്കറിയാത്ത നിങ്ങളോട്. അയ്യോ ചോറും അതിൻ്റെ അപ്പുറത്തേക്ക് റേറ്റസ് ഓഫ് ഇതൊരു എപ്പിക്ക് ഹമ്മർ. എപ്പിക്ക് ഹമ്മർ ടു ഷോറൂം എന്തിനി വണ്ടി കളക്ഷനൊന്നും നിങ്ങളെ ഒന്ന് കാണിച്ച വീഡിയോയിൽ. ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വണ്ടി വേറെ ലെവലാണ്. അയ്യേ എന്താടാ ഞാൻ അറിയാണ്ട് കൈ തട്ടിപ്പോയതാ. ഇവർ സീരിയസ് ആയിട്ട് എടുക്കും കേട്ടോ, കൈ തട്ടിപ്പോയാലും എന്ത് ചെയ്യാനാ. ഓക്കെ ഞാൻ ഷോർട്സ് ഇട്ടായിരുന്നു ഇന്നലെ ഇതിൻ്റെ ബാക്കി. അത് ഇങ്ങനെ ഉണ്ടായിരുന്നു കളയാറില്ലേ 3 മിനിറ്റിൻ്റെ. അപ്പോൾ ഇടാം. ഷോറൂമുണ്ട്. ഷോറൂമിലോട്ട് വരട്ടെ. ഷോറൂമിൽ കളക്ഷൻസൊക്കെ കാണിക്കും. ഇത് ഗ്യാരാജ് പോലെ ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എൻ്റെ കസ്റ്റമൈസ് ചെയ്യാം. മറ്റേ ഇവിടെ നിന്ന് എന്തിനാ ഞാൻ ഇവിടെ എന്തല്ല എൻ്റെ ഇവിടെ അത്രേ ഉള്ളൂ. എൻ്റെ സൗണ്ട് വെട്ടിപ്പോയി കാണും കേട്ടോ അവിടെ കാണാം. നമ്മുടെ ഫസ്റ്റ് വണ്ടി ഇതാണ് എൻ്റെ വണ്ടി. പിന്നെ നമ്മുടെ സെക്കൻഡ് വണ്ടി ഇത് കണ്ടു കഴിഞ്ഞാൽ താറ് പോലെ ഉണ്ട്, താറിൻ്റെ ട്രക്ക് വേഷം പോലെ. ഇത് ആണ് സെക്കൻഡ് വണ്ടി. സെക്കൻഡ് വണ്ടിയാണ് ചെയ്യുന്നത്. ഈ വണ്ടി എന്തായാലും മേടിക്കാം. ട്രൈ ഔട്ട് അത്രേ ഉള്ളൂ. മേടിച്ചേക്ക് അത്രേ ഉള്ളൂ. ആഡ്സ് കണ്ടെയ്നറിൽ എന്തായാലും നമുക്ക് മറ്റേ വണ്ടി കിട്ടാൻ പോകാം. ടു ഗരാജ് ഈ വണ്ടി എടുക്കാനല്ല. നെക്സ്റ്റ് കാർ നമ്മുടെ വണ്ടി. ഈ ഷോറൂമിൽ ചെല്ലടാ. ഞാൻ എന്തുകൊണ്ടാണ് ഈ കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വണ്ടി താറിൻ്റെ അതേപോലത്തെ തന്നെ, പക്ഷെ കുറച്ച് പ്രീമിയമാണ് മാത്രം. കൊള്ളാട്ടാ. ഏതാ വണ്ടി ഇത്? മറ്റേ CBM 1-ലും 2-ലും ഉണ്ടാവും തോന്നുന്നു. നെക്സ്റ്റ് വണ്ടി ലെജൻഡ് എനിക്ക് വാങ്ങിക്കാൻ പറ്റും. 45,000 രൂപ. നമ്മുടെ സ്വന്തം G-Wagon. ഓക്കെ G-Wagon നൈസ്. അടുത്തത് മുള്ള്. ഇതേത് ബ്രാൻഡ്? വിൻറ്റേജ്. ഓക്കെ സെറ്റപ്പ് വണ്ടിയാണ് അത്യാവശ്യത്തിന്. ഇതൊരു ഷാജി പാപ്പൻ്റെ വണ്ടിയൊക്കെ ഉണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു. നോക്കിയേക്കാം. ഏതൊരു ട്രക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു 32,000 ഒരു വണ്ടി വന്നിട്ടുണ്ട്, ഒരു വിൻറ്റേജ് വണ്ടി. നെക്സ്റ്റ് കനിയോൺ. ഇത് ഞാൻ കേരളത്തിൽ കണ്ട പോലെ എനിക്കൊരു ഫീല്. കാരണം ഇത് എവിടെ ഞാൻ കണ്ടിട്ടുണ്ട്, ഏതൊരു സിനിമയിലാണ് ഞാൻ കണ്ടത് ഈ വണ്ടി. ഇതിൻ്റെ വേറൊരു വേഷം പജേറാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതിനടുത്തത്
ഇത് ഷാജിപ്പാപ്പൻ്റെ വണ്ടിയാണ്. ആണോ? ഷാജിപ്പാപ്പൻ്റെ വണ്ടി പോലെ ഉണ്ട് ഇത് കണ്ട്. കൊള്ളാം. അത്യാവശ്യത്തെ സൈഡൊക്കെ ഷാജിപ്പാപ്പൻ്റെ വണ്ടി പോലെ. ഇപ്പോൾ നെക്സ്റ്റ് വിൻറ്റേജ്. അതും ഈ 1 2 3 4 5 6 ടയറൊക്കെ ഉള്ള ഒരു വണ്ടി വിൻറ്റേജിൻ്റെ. വീണ്ടും എൻ്റെ കൈ തട്ടി. എന്ത് ചെയ്യാനാ? നമ്മൾ എവിടെയാണ് നിർത്തിയ? അവിടെ. ഇനിയിപ്പോൾ പോർഷെ. ഇതിനെ വിളിക്കുന്ന ടൈഗറാണ്. ടൈഗർ ബാമ്പു. നമ്മൾ പാട്ട് പാടാണ്ട് ഫോക്കസ് ചെയ്യടാ. വേറെ ലെവല് വണ്ടി. ഓക്കെ, ഞാൻ എന്തിനാ ബാക്ക് അടിക്കുന്നേ? ഇതാണ് എനിക്ക് കളി വരുന്നത്. വേറെ കുറച്ച് ടൈഗർ ബാമ്പുവിൻ്റെ അടുത്ത്. ഇനി അടുത്തത് ഇവിടെ. എനിക്കൊന്നും പറയാനില്ല. അപാരം. ഇതല്ലേ മറ്റേ നമ്മൾ റേസ് കളിച്ച് പോകുന്ന വണ്ടി. നെക്സ്റ്റ് ഇതെന്താ ഇതിന് പജേറോ പോലെയല്ലോ. പജേറോ ആണോയെന്നും എനിക്കറിഞ്ഞൂടെ. കുറേ ചീത്ത വണ്ടികളുണ്ട് ഇതിൽ. കുറച്ച് ലക്ഷറി വണ്ടി. അടുത്ത ട്രക്ക്. ഇത് ട്രക്കാണോ ടിപ്പറാണോ? ടിപ്പറായിരുന്നു. ടിപ്പറാണെന്നും തോന്നുന്നു. എനിക്കറിഞ്ഞൂടാ. നെക്സ്റ്റ് ഇത്രയും വലിയ ഓഫ് റോഡിലൊക്കെ ഇറക്കിയാലുണ്ടല്ലോ, അതെങ്ങനെ നടക്കും? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെസ്ലയുടെ വണ്ടിയാണ്. ടെസ്ല സൈബർ ആ വണ്ടി. പിന്നെ നെക്സ്റ്റ് ഇതെന്ത് ഗെക്കോയോ? ജിമ്മിനി. ജിമ്മിനി. ട്രാക്ടറോ? ഞാൻ പറയണില്ല. ട്രാക്ടറൊക്കെ പിന്നെയും പോയിട്ടുണ്ട്. ട്രാക്ടറിൻ്റെ അവിടെ വെച്ചാണ് നിർത്തിയെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ ട്രാക്ടർ റേഞ്ച് റോവർ. റോഗർ എന്നാണോ അതിൽ വിളിക്കുന്നത്? കേസേ ബാ. അടുത്തത് നമ്മുടെ താറ്. താറ് വേറെ ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. താറുണ്ട്. ഇതെന്ത് ടാങ്കർ വണ്ടിയോ? എനിക്കിത് മനസ്സിലാവില്ല. കുറേ വണ്ടികളുണ്ട് ഇത്. അടുത്തത് സെൻറ്റൂർ. നല്ല വണ്ടി കേട്ടോ. ഇത് മറ്റേ ഫോർഡിൻ്റെ വണ്ടി വരുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതേത് വണ്ടി? ബ്രോങ്കോ അല്ലേ? ഷാജിപ്പാപ്പൻ്റെ വണ്ടി. ഷാജിപ്പാപ്പൻ്റെ വണ്ടി കമ്പിട്ടാ. ഷാജിപ്പാപ്പൻ്റെ വണ്ടി. ആട് 3 ഇറങ്ങുമ്പോൾ ഷാജിപ്പാപ്പൻ്റെ വണ്ടിയിൽ ടൈം ട്രാവൽ ചെയ്യുന്ന കാണാടാ. കിങ് ഒരു രക്ഷയില്ല. വേറെ ലെവൽ വണ്ടി. അടുത്തത് ഇവനെ കിട്ടാൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്നിട്ടും കിട്ടിയിട്ടില്ല. അതെന്ത് പരിപാടിയാ? നിങ്ങൾ ഇത് താഴത്ത് നോക്കി കണ്ടാൽ മതി കേട്ടോ. ഇത് ഹമ്മർ, ബിഗ് സ്റ്റേക്ക് ഒക്കെ. വീഡിയോ കുറച്ച് ലെങ്ത് ആവുന്നുണ്ട്. എന്തായാലും ബാക്കി ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ഈ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്ത് ട്യൂണിങ്. ട്രാൻസ്മിഷൻ ഒന്നുമല്ല, എൻജിൻ, ടോപ്പ് എൻജിൻ. ടോപ്പ് എൻജിൻ കുത്തി കയറ്റിയിട്ടുണ്ട്. ട്രാൻസ്മിഷൻ ഒന്നുമില്ലേ? തിരി കുറക്കി. ഇത്രയൊക്കെ മതി. ഇത്രയും പോരാ. ഇത്രയും എടുക്കാം. ഇത്രയും നോക്കാം. അത്രേ ഉള്ളൂ. അല്ല, വീൽസ് അല്ല. ഇനി അടുത്തത് ട്രാൻസ്മിഷൻ അല്ല, ബോഡി.
ബോഡി ഓക്കെ ഇതൊക്കെ കിട്ടിയത്. പിന്നെ അടുത്തത് വീല്. നമുക്കൊരു ടോപ്പ് ലെവൽ വീലിലോട്ട് വെച്ചേക്കാം. ബാക്ക് ഇയർ ഇൻസ്റ്റാൾഡ് ഡിക്സ് അത് തന്നെ ബാക്കണം. എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കും. അല്ല, കളർ ചേഞ്ച് ചെയ്യണം. ബോഡി നിങ്ങൾക്ക് തന്നെ സൗണ്ട് കേൾക്കാമെന്ന് പറയട്ടോ. ബോഡി ചെന്നിട്ടെങ്ങാണ്ടോ അല്ലേ കളർ മാറ്റുന്നെന്ത്? സ്റ്റൈലിങ് അല്ല പെയിൻറ്. പെയിൻറ് പച്ച ബ്ലാക്ക് എല്ലാം കളർ നോക്കിയിട്ടെടുക്കാം. ബ്ലൂ നോക്കിയിട്ടിടാം. ബ്ലാക്ക് കുറേ ലെവലായിട്ടുണ്ട്. പാൽമൺ അത്രേ ഉള്ളൂ. അതിൻ്റെ അടുത്തത് അല്ല പെയിൻ്റ് ഒന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് ഡിസ്ക് പെയിൻറ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റ് ചെയ്ത് സെറ്റപ്പ് വണ്ടി. ഇനിയിപ്പോൾ അടുത്തത് ഇതെന്ത് വണ്ടി? കാരവാൻ പോലെ ഉണ്ട്. ഇത് വിൻറ്റേജ് പോലെ ഉണ്ട്. ഇതൊട്ടും കൊള്ളത്തില്ല. ഇതൊന്നും മാറ്റണ്ട. അപ്പോൾ ലൈറ്റ്സ് മാറ്റാൻ പറ്റും. ലൈറ്റ് ബോഡി ചെന്നിട്ട് മറ്റേ റൂഫല്ല വിങ് മറ്റേ ബമ്പർ ചെയ്ത് പൊക്കിയാണ് ചെയ്യുക. കാശ് കഴിഞ്ഞു കേട്ടോ. എക്സിറ്റ് വണ്ടി ആറ് ലെവലാക്കിയിട്ടുണ്ട്. നമുക്ക് കനഡയിലോട്ട് പോവാം. നമുക്കിനി എന്തൊക്കെ മിഷൻസാണ് ചെയ്യാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഞാൻ പറഞ്ഞു തരാം. ആദ്യത്തെ നമ്മൾ കാണിച്ചു, പിന്നെ അടുത്തതിലോട്ട് കിടക്കാം. അടുത്ത് തൊലഞ്ഞ് ഇതിനെ കൊണ്ട് സ്റ്റോട്ട് തന്നെ ഓടിയിട്ട് ഓടിക്കുന്ന പോലെ. സ്റ്റേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓരോ കളർ തീംസും ഉണ്ട്. ഓരോ ഇതൊക്കെ കനഡയിൽ ഈ പർപ്പിൾ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ വല്ലതും പ്രീമിയം എടുക്കണമെങ്കിൽ പ്രീമിയം സ്ഥലമൊക്കെ അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യണ്ട, ഇപ്പോൾ കമ്മിങ് സൂൺ എഴുതി കഴിഞ്ഞാണെങ്കിൽ അത് വരാൻ പോകുന്നതേ. അത് ഇങ്ങനെ വരാൻ പോകുന്നില്ല. അത് വെയിറ്റ് ചെയ്യണം. നമ്മളെന്തായാലും പർപ്പിൾ എടുക്കുന്നുള്ളൂ. ഏതാ സസ്പെൻഷൻ പോകണമെന്നില്ലേ? അപ്പോൾ ഫോണിൻ്റെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ചാടുന്നുണ്ട്. ഓക്കെ അങ്ങോട്ടേക്ക് ഓക്കെ
നല്ല ബോണറ്റ് ഒഴിഞ്ഞു കേട്ടോ. വണ്ടി അപ്ഗ്രേഡ് ചെയ്തേക്കാടാ. ഇപ്പോൾ ഇറക്കിയതുള്ളൂ. അപ്പോൾ തന്നെ അപ്ഗ്രേഡിങ് വേറെ ലെവലാക്കി ഇറക്കിയേക്കുന്നത്. ഓക്കെ, ഇതിൽ കൂടെ കയറി ഇതേ കൂടെ ചെല്ലുമ്പോൾ നമ്മൾ അതിൽ കൂടെ കയറാൻ പറ്റുമോ? കയറ് കമോണ്ട മഹേഷേ, നിന്നെക്കൊണ്ട് പറ്റൂടാ, നിന്നെക്കൊണ്ട് പറ്റൂ. പുല്ലുപോലെ കയറിപ്പോയല്ലോ. ഞാൻ അറിഞ്ഞൂല കേട്ടോ, അതിന് മാത്രം അപ്ഗ്രേഡ് ചെയ്തല്ല ഞാൻ കൊടുത്തേക്കുന്നേ. അയ്യോ, ഏതാണ്ട് പിടിച്ചെടുക്കുന്നു. അത് റിവേഴ്സ് എടുക്കുമ്പോൾ കുറവാണ്. അതെന്താണ്? ഈ ആട് പൊരിഞ്ഞത് ഞാനെടുത്ത് എറിയൂട്ടോ. എനിക്ക് നല്ല ആടിനെ തനി സ്വഭാവം അറിഞ്ഞൂടാ. തിരിച്ചു പോവാ. അത് ഓക്കെ, അതേ കൂടെ കയറി ഇതിൽ കൂടെ കയറി ഇതിൽ കൂടെ ഒരിക്കുക ഇതിൽ കൂടെ വളഞ്ഞ് സൗണ്ട് കിട്ടി പോകുന്നുണ്ട്. പക്ഷെ കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് ആദ്യം എനിക്കറിയാം. അയ്യോ ക്യാച്ച് കയറാൻ പറ്റുന്നില്ലല്ലോ. വണ്ടിയിൽ നമ്മൾ ചതച്ചോ? അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇങ്ങനെ ഒന്ന് സിനിമാറ്റിക് വ്യൂവിൽ ഇട്ടിട്ടൊന്ന് പോകാം. ഇതിന് റിയാലിസ്റ്റിക് മൂവ്മെന്റ് ഉണ്ട്. നമ്മുടെ ബോണൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ എൻജിനൊക്കെ കാണിക്കും, അതേ എൻജിനെ കാണിക്കത്തുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു സാധാരണ എൻജിൻ വെക്കുകയാണെങ്കിൽ ആ എൻജിനെ കാണിക്കത്തുള്ളൂ. ഇതാണ് ടോപ്പിക്. ഇനിയിപ്പോൾ 40-50. ഓക്കെ, നമുക്ക് അടുത്ത വേയിലോട്ട് പോവാം. അയ്യോ, എൻ്റെ ഫോട്ടോ കണ്ടായിരിക്കും. ഈ സാധനം ഉണ്ടല്ലോ, എൻ്റെ സൗണ്ട് കിട്ടി പോകുന്നുണ്ട്. അയ്യോ, കയറി പോ വണ്ടി. എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ലല്ലോ ഞങ്ങൾ പറയുന്നത്.
വണ്ടിനെ കൊണ്ടൊക്കെ പറ്റി ഈസിയാണ്. ഇതൊക്കെ ഇടുക്കി കെട്ടിക്കേണ്ട കേസ് നമ്മളെന്താ വിഞ്ഞെന്തിനാ ഞാൻ വിട്ടായിരുന്നു. ശരിയാണോ കയറാത്ത സ്ഥലത്തൊന്നും ഒരെണ്ണം വീട്ടിൽ ഒരെണ്ണം ഒരെണ്ണം പോയി എടുത്തിട്ട് വരാം. ഡ്രസ് തിരിച്ചെടുത്തിട്ടില്ല അത്ര ടയറിൽ ചെളിയായി. എനിക്ക് ഈ വണ്ടി കയറാത്തതാണ്. ചെളി ചെളി ഒരിക്കലും ഒരുപാട് കിട്ടി. സാധനം കിട്ടി. ഇനിയിപ്പോൾ ആ വണ്ടി കിട്ടണമെന്ന് നമുക്ക് നോക്കാം. പ്ലീസ് കാറിൻ്റെ തൊട്ട് കുറച്ചും കൂടെ നീങ്ങാൻ പറ്റില്ല. 22 എണ്ണം കണ്ടു വെക്കണം. ഇനി കുറച്ചും കൂടെ ഹാർഡായി നമുക്ക് ഈ പച്ച ഇതേ പോലെ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം കേട്ടോ. ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പോവാം. നമുക്ക് ഈ സ്ഥലം മാറ്റണം. സ്ഥലം മാറ്റി പിടിക്കണം. നമ്മുടെ ഗാരാജിലോട്ട് തിരിച്ചു പോവാം. അതാ നല്ല കാര്യം. നമ്മളിപ്പോൾ ഗാരാജിനേക്കാളും കുറേ ദൂരത്താണ്. നമ്മളത്ര ഗാരാജിനേക്കാളും കുറേ ദൂരത്താണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യണം. അതൊക്കെ അത്രേ ഉള്ളൂ. എൻ്റെ ഫോട്ടോ ആരും കാണണ്ട. എൻ്റെ സൗണ്ട് കിട്ടി പോകുന്നുണ്ട്. നമുക്ക് ഈ വഴി കൂടെ ചെന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ചെല്ലുമ്പോൾ മാപ്പെടുത്ത് ടാഗിയാണ്. ഗരാജ് റൈറ്റ് ഔട്ടല്ല. ഇവിടെ ഗരാജിനെക്കാളും നമ്മൾ കുറേ ദൂരത്താണ്. 500 മീറ്റർ 500 മീറ്റർ ഇറങ്ങുമ്പോൾ കയറിപ്പോ. പണ്ടത്തെ ഇതേപോലത്തെ സഹിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പം തന്നെ ഗരാജെത്തി ദൂരമുണ്ടായിരുന്നു. ഗരാജ് ഇപ്പം ഇടിച്ചാണ് അതെന്ന്. ഞാനിപ്പോൾ എന്തിനാ ഗരാജിലോട്ട് കയറി? ഞാൻ മറന്നതല്ല. എന്തിനായിരുന്നു? സ്ഥലം മാറ്റാം. ഇങ്ങോട്ടേക്ക് ഡെസേർട്ടിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് എൻ്റെ കയ്യിൽ. ഗരാജ് തന്നെയല്ലേടാ. ഏത് ഷിപ്പിംഗ്
വെള്ളത്തിൽ ആദ്യം തന്നെ ഇറങ്ങാൻ തോന്നുന്നു. വണ്ടി എന്തായാലും ചിലപ്പോൾ ഒന്നാമത്തെ ഇടിച്ചത്ര വളരെ തീകട ഇത്രയുള്ളൂ. ഗട്ട് റിവാർഡ് റെഡിയല്ലേ? ഓറഞ്ച് മറ്റേ സ്ഥലത്തേക്ക് വീഴാണ് കേൾക്കണ്ടേയിരുന്നു. കോയിനിട്ട് കുറച്ച് 5 കണ്ടുപിടിച്ചാൽ 5 പോയി കണ്ടുപിടിച്ചേക്കാം. കാര്യം കുറേ ട്രൈ എടുക്കാനാണെങ്കിൽ കുറേ എണ്ണം എടുക്കണം. ഓക്കെ, എൻ്റെ കാര്യം നോക്കണ്ട. എൻ്റെ സൗണ്ട് കിട്ടില്ല. ഇതിൽ ഒട്ടിച്ചതാണ്. ഇതൊക്കെ ഇങ്ങനെ സ്പീഡിൽ ചെന്നിട്ട് ഒറ്റടി അത്ര വണ്ടി മോൺസ്റ്ററായിട്ട് ചാടി വരുമ്പോൾ ഒരു ഫീല് നന്നായി. ഓ ചാടി വരുമോ? തുള്ളി തുള്ളി തോന്നുന്നു, തുള്ളി തുള്ളി വരുന്നു. ഏതാണ്ട് ഇത് ഫുള്ള് ചെളിയാവുക. ഷഡി നിക്കറൊക്കെ അവിടെ നമുക്ക് മിനിറ്റ് ചെയ്യണം. നല്ല കാര്യം മിനിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൽ കൂടെ പോകാം. വെടിക്കൂടെ ഞാൻ പറഞ്ഞു കറക്റ്റ് വഴി. അയ്യോ അയ്യോ ഇപ്പോൾ കൊണ്ടുപോയി ചാണ്ടിയാലും ഇതാണ്ട് അവിടെ എവിടെയാണ് അത്രയും ബോഡി ഇനിയിപ്പോൾ ഒരു ഇതാണ് കട്ട്സീൻ. ഏതാ സ്ഥലം? അതാണ്ട് ഒരു സാധനം എടുക്കുന്നത്. അതെടുക്കണം മോനെ. ഇതാണ് പ്രൈം മിനിസ്റ്ററിൻ്റെ വീഡിയോ എടുത്തത്. ആണ് തോന്നുന്നു. ഇതിന് മാത്രം വലിയ വീടല്ലേ ഇതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഗോൾഡ് ലെജൻഡറി ഗോൾഡ്. ഓക്കെ, അതെ അപ്ഡേറ്റഡ്. ഓക്കെ, വല്ലാത്ത കഷ്ടം തന്നെ. കറക്റ്റ് ടൈമിൽ ആഡ് കത്ത് അല്ലെങ്കിൽ ഞാൻ സ്വാഗതം. ഇടിച്ചു പൊളിച്ചു ഒരു വെയർ ഹൗസിൽ നമ്മുടെ സാധനം എടുക്കുന്നു. ഡ്രിഫ്റ്റ് അടിച്ചാൽ എടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, കൂടി ഇച്ചിരി ഉള്ള ബാക്കി നോക്കുമ്പോൾ ഇതാണ്ട് ഇതിലോട്ട് പോവാം. ഇവിടെ ചെല്ലാം, നമുക്ക് ഇവിടെ ചെല്ലാം. ഈ വഴി കൂടെ പോവാം. ദാണ്ടത്
അടുത്തതും തൊട്ടടുത്ത് മോൺസ്റ്ററായിട്ട് പോകുന്നില്ല. നമ്മളിവിടെ അല്ലല്ലേ വന്നത്. നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് വരാം. 25 കിട്ടും. 25 എടുത്തോണ്ട് വരുമ്പോഴേക്കും ഒരു മടുകുവാണ്. കാരണം അത്രയ്ക്കും ഇതാണ് 25 ഒക്കെ എടുക്കാൻ പാടാം. അങ്ങോട്ടേക്ക് തിരിയോ? ജെട്ടി കലക്കിടൂലേ ഇവിടെ? ശരി, ജെട്ടി കലക്കിടും സ്ഥലം. ജെട്ടി സ്ഥലങ്ങളൊക്കെ കലക്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഇടിച്ചു പിടിക്കുന്നു. ഇതാണ്ട് പിന്നെ ഇടിക്കുന്നു. അതാണ്ട് എടുത്തത് ഇടിച്ചു പിടിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ നാട്ടുകാരെ വരുന്നു. ഇവിടെ പോയായിരുന്നു ഇപ്പം നമുക്ക് ഇതിലെ കൂടെയൊക്കെ പോവുക. എൻ്റെ സൗണ്ട് പോയാ അറിയാൻ മേലാത്തോണ്ട് കേൾക്കും. നല്ല സ്ഥലം. ഇതേപോലത്തെ ഒരു സ്ഥലമേ നമ്മൾ മരുഭൂമിയിലെത്തി. ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. താങ്കി പോരുക ഈ നന്മ പൊടിയിനോട്. അയ്യോ അയ്യോ പോയി പോയി അയ്യോ പോയി എല്ലാം സ്വത്ത്. എൻ്റെ അമ്മ അയ്യോ എന്തൊരു കഷ്ടപ്പെടണം. അതിനടുത്തത് നാട്ടിലെ റൈഡ് ചെടിയെന്നല്ല നമ്മൾ പോകുന്നത്. ശരി ജെറ്റ് റിവാർഡെന്നും പറഞ്ഞ അവിടെ ഇരുന്നു. ഞാൻ ഒരു 10 കിലോമീറ്റർ ിഫ്റ്റായി. ജമ്പാണോ? ജമ്പ് ചടിച്ചിട്ട് ലൊക്കേഷൻ വരെ എത്തി. നമുക്ക് റിവാർഡ് 9 എണ്ണം എടുത്തു. എന്നാലും അടുക്കെ ഓക്കെ നമുക്ക് ഇനി ഒന്നും തരും. ആ വണ്ടി അതാണ്ട് ആ വണ്ടിയും കൂടെ കൂടാൻ പറ്റും. എപ്പിക്കു കോൺ ഞാൻ പറയണില്ല. ഇനി ഒരു 7 എണ്ണം എടുക്കും. 7 എണ്ണം ഇപ്പോൾ എടുത്തിട്ട് വരാം. 5, 6, 7. ഇനിയിപ്പോൾ കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. ഒരു 5ഉം ചെയ്യാം. തൊട്ടടുത്തിരിക്കുന്നത് അവിടെ പോയി മാറി ചെയ്യാം. ഓക്കെ നമ്മളൊന്ന് വണ്ടി കുളിപ്പിച്ചിട്ടാണ് ആക്കിയിരിക്കുന്നത്. എന്തായാലും അവൻ ഒയ്യോ എന്നെ മാത്രം അയ്യോ ദാണ്ട എടുത്തത് ഒന്നും കിട്ടി. 5 എണ്ണം. ഈ 2 എണ്ണം കൂടി. 2 എണ്ണം കൂടി. അത്രയും കൂടി. ഇനിയിപ്പോൾ നമുക്ക് 10 എടുത്തിട്ട് പോകാം. ഒരു 12 എടുക്കാം.
ഇപ്പോൾ ഒറ്റ ഒരെണ്ണം കൂടി ഈ വഴി പോകുമ്പോൾ എനിക്ക് ഇടുക്കി ഓർമ്മ വരിക. ഇടുക്കി പക്ഷേ ഡെസേർട്ടല്ല, പക്ഷേ ഇതേപോലത്തെ ഹെയർ പിന്നൊക്കെ കാണും. അതേപോലത്തെ ഒരു ഫീല്. ഇപ്പോഴല്ലോ സൗണ്ട് കിട്ടും. അയ്യോ പൊട്ടിയൊക്കെ നോക്കിയോ? അയ്യോ ഇനിയിപ്പോൾ ഗെറ്റ് റിവാർഡ് ഞാനും കാണാത്ത ഭാഗ്യം കേട്ടോ. ഇടിച്ചെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യമെങ്കിലും കിട്ടണേ. ഈ പ്രാവശ്യമൊന്നും കിട്ടത്തില്ല. ഇനിയും കുറെ കാണും. ഞാൻ പറഞ്ഞില്ലേ ലെജൻഡറി അല്ല, ഒന്നും കിട്ടത്തില്ല. കിട്ടുള്ളൂ. എന്ത് ചെയ്യാൻ, പൂജ്യമായി. ഇനി എൻ്റെ 10 കണ്ടുപിടിക്കണം. വീഡിയോ അവസാനിപ്പിക്കുന്ന ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നാളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നാളെ വീഡിയോ. അപ്പോൾ അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ? അപ്പോൾ ബൈ. ഇതെന്താ ആവാത്ത? അപ്പോൾ ബൈ.